Good morning all, I am Nayana Narayanan and this is SIMS Education Center, Malappuram. I think നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിംസ് എഡ്യൂക്കേഷൻ സെന്റർ 25 വർഷത്തോളമായിട്ട് 50,000-ലധികം കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. I am dealing with the paper listening and speaking skills, chapter 1. So listening and speaking skills. Listening and speaking skills form the base of effective communication. So you all know that listening is compulsory for an effective communication. നിങ്ങളിപ്പം ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മീൻസ് അയാൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി കേൾക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് ഫോം ദ ബേസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് നമുക്ക് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് എന്നുള്ളത് മസ്റ്റ് ആണ്. In order to learn ways and methods of communication, we must focus on attentive listening and then cohesive speaking. So, attentive listening means it is a level we should most frequently seek to achieve in our day-to-day interactions, especially in the work environment. So, it is a level at which we are paying attention to other person and internalizing the message. അപ്പോൾ attentive listening എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു day-to-day ലൈഫിൽ നമ്മൾ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ മീൻസ് ആ ഒരു കാര്യം ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ അറ്റൻഷനോട് കൂടി കേട്ടിട്ട് അതിനെ ഇന്റർനലൈസ് ചെയ്യുക, അതിനെ നമ്മൾ ആ ഒരു മെസ്സേജ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. So, and then cohesive speaking. Cohesive speaking means what you are saying or writing is organized, thus making it easier for your listeners or readers to understand. അപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് അതിന് നമ്മൾ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരാൾ നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ഇപ്പൊ നിങ്ങൾ എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ, നിങ്ങൾ ലിസൺ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ലിസണിങ് ആൻഡ് ഹിയറിംഗ്. അപ്പൊ ലിസണിങ്ങിന്റെയും ഹിയറിംഗിന്റെയും ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. According to Webster's dictionary, hearing is the process, function or power of perceiving sound, specifically the special sense by which noises and tones are received as stimuli. On the other hand, listening means to pay attention to sound, to hear something with thoughtful attention and to give considerations. അപ്പോൾ വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി അനുസരിച്ച് ഹിയറിംഗ് പ്രോസസ്സിന് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇസ് എ പ്രോസസ്, ഫംഗ്ഷൻ ഓർ പവർ ഓഫ് പെർസീവിംഗ് സൗണ്ട്. അപ്പൊ എന്താണ്, അതൊരു പ്രോസസ് ആണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ്. എന്താണ്, നമ്മൾ ഒരു സൗണ്ടിനെ പെർസീവ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ആ സൗണ്ടിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത് പറയുന്നത്, ഹിയറിംഗ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ലിസണിങ് എന്ന് പറയുന്നത് എന്താണ്, ലിസണിങ് മീൻസ് ടു പേ അറ്റൻഷൻ ടു സൗണ്ട്, to hear something with thoughtful attention and give consideration. അപ്പൊ നമ്മൾ കേൾക്കുന്ന ആ ഒരു സൗണ്ടിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്, അതിന് നിങ്ങൾ എന്താണ് വളരെയധികം ശ്രദ്ധയോടെ കൂടി കേൾക്കുകയാണ്. എന്നിട്ട് എന്താണ്, നമ്മൾ ഒരു മീൻസ് അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് നിങ്ങളൊരു പരിഗണന കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ എയിം എന്താണ്, നിങ്ങൾ ഇത് പഠിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ഒരു മീൻസ് നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആ ക്ലാസ് ശ്രദ്ധിക്കുകയാണ്, ലിസൺ ചെയ്യാണ്. നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഞാൻ കൺവേ ചെയ്യുന്ന ആ ഒരു മെസ്സേജ് നിങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ then hearing and listening. Hearing is a physiological activity. ഹിയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയാണ്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. പറയുന്നുണ്ട് സൗണ്ട് വേവ് ആൻഡ് ഇയർ ഡ്രം അതർ മെസ്സേജസ് റിസീവ്ഡ് അറ്റ് ദ സെയിം ടൈം. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടാവും. മീൻസ് ഇപ്പൊ നിങ്ങൾ എന്റെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള മറ്റു നോയ്സസ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും അല്ലെ. അതാണ് പറയുന്നത് ബീയിങ് മൈൻഡ്ഫുൾ. നമ്മൾ എന്താണ് ഫിസിക്കലി മെസ്സേജസ് റിസീവ് ചെയ്യുന്നത്, ഫിസിക്കലി റിസീവിങ് മെസ്സേജസ്, ദെൻ റിമെമ്പറിങ് ഇറ്റ്, നമ്മളത് ഓർത്ത് വെക്കുന്നുണ്ട്. ദെൻ സെലക്ടിങ് ആൻഡ് ഓർഗനൈസിങ് ഇൻഫർമേഷൻ. അപ്പൊ അതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. Then interpreting communication. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മീൻസ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുമ്പോഴാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നത്. Then after that you are responding to that communication. The thing that what you have here, you are responding to that.
In other words, hearing is receiving sound waves through ears, while listening means hearing and understanding what you have heard. അപ്പം നമ്മൾ ഹിയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇയേഴ്സിലൂടെ എന്താണ് സൗണ്ട് വേവ്സ് റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ലിസണിംഗ് എന്ന് പറയുമ്പോൾ ഹിയറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു ഹാവ് ഹേർഡ്. ലിസണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ കേൾക്കുന്ന ആ ഒരു കാര്യത്തിനെ കേൾക്കുന്നുണ്ട്, പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ നിങ്ങൾ മനസ്സിലാക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഹിയറിംഗ് ഇസ് പാർട്ട് ഓഫ് 5 സെൻസസ്. ഹിയറിംഗ് നമ്മളുടെ 5 സെൻസസിന്റെ പാർട്ടാണ്. 5 സെൻസസ് ഏതാണ്? ഐസ്, ears, nose, tongue and skin. While listening is a choice to hear and analyze what to hear. Listening എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമുക്ക് മീൻസ് ശ്രദ്ധിച്ചാൽ മതി. ലിസണിംഗ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണല്ലോ. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തും നമ്മൾ കേൾക്കും. പക്ഷേ ലിസണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന എന്തൊരു കാര്യമാണോ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കുക എന്നുള്ളത്, എന്താണ് കേൾക്കേണ്ടത് എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഈ ഒരു ഹിയറിംഗിന്റെയും ലിസണിംഗിന്റെയും ഒരു ജസ്റ്റ് ഒരു ഡിഫറൻസസ് ഉള്ള ഒരു കോളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. ഹിയറിംഗ് എന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് കണ്ടിന്യൂസ് ആണ്. ഹിയറിംഗ് എന്ന് പറയുന്നത് അത് ഏറ്റവും ആദ്യം നടക്കുന്ന ഒരു കാര്യമാണ്, അത് കണ്ടിന്യൂസ് ആണ്, അത് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ലിസണിംഗ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി ആണ്, ടെമ്പററി ആണ്. ലിസണിംഗ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നടക്കുന്ന കാര്യമാണ്. നമ്മൾ കേൾക്കുന്ന കാര്യത്തിന് ശ്രദ്ധിക്കുന്നത് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നടക്കുന്ന കാര്യമാണ്. പിന്നെ പറയുന്നത് എന്താണ്? അത് ടെമ്പററി ആണെന്നാണ്. ടെമ്പററി മീൻസ് എന്താ, നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലെ. ഹിയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? അത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ്. Then it is physiological. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. Then listening is psychological. Listening എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആണ്, നമ്മുടെ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ. Then ഹിയറിംഗ് ഉള്ള പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണ്? ഇയേഴ്സ് എന്താണ്, റെസിപ്റ്റ് ഓഫ് മെസ്സേജ്, ഒരു മെസ്സേജിന്റെ റെസിപ്റ്റ് ആണത്. ദെൻ ബ്രെയിൻ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് മെസ്സേജ്. എന്താ ലിസണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കേൾക്കുന്ന കാര്യത്തിനെ നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുക, വിശദീകരണം നടത്തുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഹിയറിംഗ് എന്ന് പറയുന്നത് പാസീവ് ആണ്. അവിടെ നമുക്ക് ഒരു റോളും ഇല്ല അല്ലെ. നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ, വേറെ ഒരു റോളും അവിടെ വരുന്നില്ല. ഇനിയിപ്പോ ലിസണിങ്ങിന്റെ കേസിലാണെങ്കിൽ അതെന്താണ്, വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. കാരണം നമ്മൾ വളരെയധികം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് അല്ലെ. ലിസണിങ്ങിൽ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കേണ്ട ഒന്നാണ്. സബ്കോൺഷ്യസ് ലെവൽ, ഇത് നമ്മളെ കോൺഷ്യസ് മൈൻഡിലല്ല, നമ്മൾ കോൺഷ്യസ് ആയിരിക്കുന്ന സമയത്ത് അല്ലാതെ തന്നെ നമ്മൾ കാര്യങ്ങൾ കേൾക്കും. പക്ഷെ ലിസണിങ് അത് നമ്മൾ വളരെ കോൺഷ്യസ് ആണ്. നമ്മൾ നമ്മൾക്ക് ഒരു കാര്യം, നമ്മൾ ഒരാള് പറയുന്ന ഒരു കാര്യം നമ്മൾ കേൾക്കുകയാണ്, അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം. അപ്പൊ യു ആർ ലിസണിങ് ടു മൈ ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഈ ക്ലാസ്സിൽ ഞാൻ എന്താ പറയണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ നിങ്ങൾ ലിസൺ ചെയ്യാണ്, നിങ്ങൾ വളരെയധികം കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ് അല്ലെ. Reason. We are neither aware nor we have any control over the sounds we hear. നമ്മൾ ഒട്ടും അവെയർ അല്ല അല്ലെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം. ഇപ്പൊ നമ്മള് ഇപ്പം നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടാവും, ചിലപ്പോൾ അവിടെ ഫാൻ കറങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും, ചിലപ്പോൾ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടാവും, അവർ സംസാരിക്കുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പം അതുപോലെ തന്നെ ആ സൗണ്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കൂല അല്ലെ. മീൻസ് ആ സൗണ്ടുകളൊക്കെ എന്തായാലും ഉണ്ടാവും, നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷേ we listen to acquire knowledge and receive information. നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് അറിവ് കിട്ടാനും അതിൽ നിന്ന് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, ആ ഇൻഫോർമേഷൻസിനെ നമ്മൾ എടുക്കാനും വേണ്ടിയിട്ടാണ്, റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ലിസണിങ് എന്താണ്? ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്, നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇത് സൈക്കോളജിക്കലാണ് അല്ലേ. ഇനി കോൺസെൻട്രേഷൻ. ഇപ്പൊ ഹിയറിംഗിലാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ വേണോ? വേണ്ട അല്ലെ. നമ്മൾ ജസ്റ്റ് കേൾക്കുക, അതിൽ അത്ര മസ്റ്റ് അല്ല എന്താ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ലിസണിംഗ് പ്രോസസ്സിലാണെങ്കിൽ നമ്മൾക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. ഇറ്റ് ഈസ് റിക്വയർഡ്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. Then the next topic is types of listening. ലിസണിംഗിന്റെ പല ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. In our daily lives,
we are faced with different situations which require different types of listening. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് പലതരം സിറ്റുവേഷൻസ് വരുന്നുണ്ട്. എന്താ പറയാ, ഇപ്പം പലതരത്തിൽ ലിസൺ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് മീൻസ് ഈ ഒരു ലിസണിങ്ങിന്റെ ആ ഒരു ടൈപ്സ്, ഓരോ ടൈപ്സിനെ സെപ്പറേറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലിസണിങ് ആണ്. മീൻസ് നമ്മൾ പലതരത്തിൽ രീതിയിൽ ലിസൺ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് ഏത് ടൈപ്പ് ഓഫ് ലിസണിങ് ആണെന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ we listen in different way in order to obtain information, improve a relationship, gain an appreciation for something, make discriminations or engage in critical evaluation. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാല് നമ്മൾ പല രീതിയിൽ എന്ത് ചെയ്യണം, കാര്യങ്ങളെ ലിസൺ ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട്. അപ്പം ഒരാൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കുകയാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടാനുണ്ട്. അപ്പൊ നിങ്ങൾ അതിനായിട്ട് ആ പറയുന്ന വ്യക്തിയെ ശ്രദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊരു റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാണ്. ഇപ്പം നമ്മുടെ ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് പറയാനുള്ളത് അവരും ശ്രദ്ധിക്കണം. സോ ആ ഒരു കേസിൽ നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, ടു ഗെയിൻ ആൻ അപ്രീസിയേഷൻ ഫോർ സംതിങ്. അപ്പോൾ എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളൊരാൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കണം, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചു, നമ്മൾ റെസ്പോണ്ട് ചെയ്തു, അപ്പൊ എന്താണ് നമുക്ക് അവിടെ ഒരു അപ്രീസിയേഷൻ ലഭിക്കുന്നുണ്ട് അല്ലെ. ഇനി പറയുന്നത് എന്താണ്, മേക്ക് ഡിസ്ക്രിമിനേഷൻസ്. അപ്പൊ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനും അതിന് വേണ്ടിയിട്ട് നമ്മള് ക്ലാസ് മീൻസ് ഒരു വ്യക്തി പറയുന്നത് ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റൊന്നിനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. Though we indulge in these different types of listening, all the time we do not categorize it. അപ്പൊ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ലിസണിങ് നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും സംഭവിക്കാറുണ്ട്, പക്ഷെ നമ്മൾ അതിനെ വേർതിരിച്ചിട്ട് നമ്മൾ ഇതുവരെ വേർതിരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് നമ്മൾക്ക് ഒരിക്കലും അറിയില്ല. So it is important to know about these types of listening to hone one's skill in communication and behavior. പക്ഷേ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിഹേവിയർ പ്രോസസ്സിൽ എന്താ ഈ ഒരു ടൈപ്പ് ഓഫ് ലിസണിങ് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കണം. കാരണം എന്താ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഈ ടൈപ്പ് ഓഫ് ലിസണിങ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പം അതിൽ ആദ്യം വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലിസണിങ് ആണ് പറയുന്നത് ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ് is a type of listening where the listener is attentive towards what speaker is saying. അപ്പൊ എന്താണ് ഇതൊരു ടൈപ്പ് ഓഫ് ലിസണിങ് ആണെന്ന് നമുക്കറിയാം. സോ ഈ ഒരു ലിസണിങ്ങില് ആ ഒരു വ്യക്തി മീൻസ് സ്പീക്കർ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ്. സോ now you are doing an active listening. എന്താണ് ഞാൻ എന്താണ് പറയുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ട് അല്ലെ. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദി ഇമോഷൻസ് വിച്ച് ദ വേർഡ്സ് ആർ എക്സ്പ്രസിങ്. അപ്പം അതെന്താണ് നമ്മള് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും അയാളുടെ ആ ഒരു വ്യക്തിയുടെ ഇമോഷൻ, ആ ഒരു വ്യക്തി എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരാള് നിങ്ങളോട് വളരെ സങ്കടം ഉള്ള ഒരു കാര്യം പറയാണ്, അപ്പൊ നിങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയാളെ അത്രയും കീനായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അയാളുടെ വാക്കിൽ വരുന്ന ആ ഒരു ഫീലിങ്സും അയാളുടെ ആ ഒരു എക്സ്പ്രഷനും അയാളുടെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. It helps in understanding the emotions which the words are expressing. നമ്മൾ പറഞ്ഞു വേർഡ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ഇമോഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Active listening is more than just listening to what is being said. പറയുന്നതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾസോ ലിസണിങ് ടു വാട്ട് ഇസ് അൺസ്പോക്കൻ. പറയാത്തതും മനസ്സിലാക്കും. ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളും പറയാനായിട്ട് ഉണ്ടാവും. അപ്പം അതിനെ മീൻസ് നമ്മൾ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഈ ഒരു ആക്റ്റീവ് ലിസണിങ്ങിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത്. Sometimes a speaker may convey his or her thoughts in an indirect manner as he or she may not be comfortable in taking a direct approach. ചില കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് പറയാനായിട്ടുണ്ടാവും, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളത് ഒരു ശ്രദ്ധയോട് കൂടി കേൾക്കുമ്പോൾ
നമുക്ക് മനസ്സിലാവും. മീൻസ് ചിലപ്പോൾ അയാളുടെ സിറ്റുവേഷൻ അതായിരിക്കാം, അയാൾക്ക് ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് അയാൾ ഇൻഡയറക്റ്റ് ആയിട്ട് പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവാം, പറയുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു ആക്റ്റീവ് ലിസണിങ് പ്രോസസ്സിലൂടെയാണ് നമുക്ക് അതിന് സാധിക്കുക. If it is here that active listening provides us with the cues to read between the lines. അപ്പോൾ വരികൾക്കിടയിലൂടെ വായിക്കാൻ. അപ്പോൾ ഒരാള് അതാ പറയണത്, നമ്മള് കീനായിട്ട് ഒബ്സർവ് ചെയ്യാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവാം, ആ പ്രോബ്ലം ചിലപ്പോൾ മറ്റൊരാളുടെ പ്രസൻസിൽ പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അയാൾ എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് ഇട്ട് തരും അല്ലെ. അപ്പം അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഇനി പറയുന്നതാണ് അപ്രീഷിയേറ്റീവ് ലിസണിങ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? ആക്റ്റീവ് ലിസണിങ്. ടൈപ്സ് ഓഫ് ലിസണിങ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ആക്റ്റീവ് ലിസണിങ്. Then next one is appreciative listening. It is a type of listening where one accepts and appreciates the other person by listening carefully to what they say. അപ്പോൾ എന്താന്ന് പറയുന്നത് വെച്ചാൽ ഒരാൾ പറയുന്ന ഒരു കാര്യം വളരെയധികം ശ്രദ്ധയോടെ കേട്ടിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. This type of listening aims to praise the speaker. അതെന്താണ്? ആ ഒരു വ്യക്തിനെ എന്താ പറയാ, പ്രൈസ് ചെയ്യുക, വാഴ്ത്തി പറയുക എന്നൊക്കെ പറയില്ല. ആ ഒരു വ്യക്തി പറയുന്ന കാര്യത്തെ നന്നാക്കി പറയാ എന്നുള്ള ഒരു ഇതാണ് അവിടെ പറയുന്നത് അപ്രീഷിയേറ്റീവ് ലിസണിംഗിൽ. Alternatively, listening to something for pleasure such as music is also a type of appreciative listening. ഇപ്പൊ നമ്മള് ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം റിയാലിറ്റി ഷോസിലൊക്കെ മ്യൂസിക് പ്രോഗ്രാം അല്ലെങ്കിൽ ഡാൻസ് പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു, മീൻസ് കോമ്പറ്റീഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അത് കാണുന്നു, കേൾക്കുന്നു. അപ്പൊ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ജഡ്ജസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെ കാണും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെ എന്താ പറയുക, അപ്രീഷിയേറ്റീവ് ലിസണിംഗ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വേണമെങ്കിൽ പെടുത്താം അല്ലെ. സോ the response of listener defines appreciative listening, not the message. അപ്പോൾ ആ ഒരു കേൾക്കുന്ന ഒരു വ്യക്തി എന്താണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. മീൻസ് അതിൽ ആ ഒരു പ്ലസ് പോയിന്റ്സിന് പറയാന്നുള്ളത്. അപ്പൊ നമ്മള് ഒരു ഓക്കെ അതെ ഈ റിയാലിറ്റി ഷോ അതിനെ കണക്ട് ചെയ്ത് പറയും. അതുപോലെ അപ്പം നിങ്ങളൊരു പാട്ട് പാടുകയാണ്, അപ്പം നിങ്ങളെ ഒരാൾ കേൾക്കുകയാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു പാട്ടിനെ കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ അത് അയാൾ അത് ശ്രദ്ധയോടെ കൂടെ കേട്ടു, അതൊരു അപ്രീഷിയേറ്റീവ് ലിസണിങ്ങിന്റെ കാറ്റഗറിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഇനി പറയുന്നതാണ് ഫസ്റ്റ് ആക്റ്റീവ് ലിസണിങ്, ദെൻ അപ്രീഷിയേറ്റീവ് ലിസണിങ്. The third one is casual listening. Casual listening, as the name suggests, casual listening means listening without showing much attention. അല്ലോ ജസ്റ്റ് ഇങ്ങനെ എന്തോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, എന്താ പറയാ, അത്ര ശ്രദ്ധയൊന്നും കൊടുക്കാത്ത രീതിയിൽ ജസ്റ്റ് ഒന്നും ഇങ്ങനെ കേൾക്കുക, അത്രേ ഉള്ളൂ. However, actually attention may vary a lot from person to person. അപ്പൊ ഓരോ വ്യക്തികൾ കേൾക്കുമ്പോഴും ആ ഒരു ഇതിന് ഡിഫറൻസ് ഉണ്ട്, ഒരു വേരിയേഷൻസ് ഉണ്ട്. Its importance lies in the fact that even though we are not listening carefully, our subconscious is alert to it. ഇപ്പൊ ഇതിൽ പറയാച്ചാൽ നമ്മള് ഒരു കാര്യം പറയണത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മള് എഴുതും എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ വേറെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നമ്മളത് ഹിയർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളത് നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡിൽ എന്ത് ചെയ്യണം, എന്തായിരിക്കും, ഫീഡായിട്ടുണ്ടാവും. നമ്മള് പ്രത്യേകിച്ച് അറ്റൻഷൻ കൊടുത്ത് കേട്ട കാര്യമാവില്ല, പക്ഷെ നമ്മൾ എങ്ങനെയോ അത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡ് അതിനെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. Everything that we hear is being observed by the brain, and indirectly it enhances our memory to the point that we can recall certain types of accent which were being spoken and even more. അപ്പോ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കേൾക്കുന്ന കാര്യമൊക്കെ നമ്മളെ ബ്രെയിൻ ഫീഡ് ചെയ്തിട്ടുണ്ടാവും. ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അത് നമ്മുടെ മെമ്മറിയിൽ എന്ത് ചെയ്യും, ഉണ്ടാവും. അതിനെ നമുക്ക് പിന്നീട് പലപ്പോഴും റീകോൾ ചെയ്യാനായിട്ട്, ഓർത്തെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ആക്റ്റീവ് ലിസണിങ് പറഞ്ഞു, പിന്നെ അപ്രീഷിയേറ്റീവ് ലിസണിങ് പറഞ്ഞു, തേർഡ് വൺ നമ്മൾ കാഷ്വൽ ലിസണിങ് പറഞ്ഞു, ഇനി ഫോർത്ത് വൺ ആണ് കോംപ്രിഹെൻഷൻ ലിസണിങ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലിസണിങ് the listener's primary concern is to understand the message which is being conveyed by the speaker. അപ്പോൾ
കോംപ്രിഹെൻഷൻ ലിസണിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ സ്പീക്കർ ആ വ്യക്തി പറയുന്ന ഒരു കാര്യത്തിനെ ആ ഒരു മെസ്സേജിനെ മനസ്സിലാക്കുക, അതിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. Listeners assign a meaning to that message which is as close as possible to that which the sender intended. അപ്പോൾ സെൻഡ് ചെയ്യുന്ന ആള് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു മെസ്സേജിനെ ലിസണർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. It enables to sort out important words from less important words from a long speech. ഒരാൾ ഒരു ഭയങ്കര ലോങ് ആയിട്ടുള്ള സ്പീച്ച് പറയാണ്, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ എന്താ പറയാ എക്സ്പ്ലനേഷൻസ് തരുവാണ്. പക്ഷെ ടൈപ്സ് ഓഫ് ലിസണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം അപ്പൊ അതിലെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആക്റ്റീവ് ലിസണിംഗ്, രണ്ടാമത് പറഞ്ഞു അപ്രീഷിയേറ്റീവ് ലിസണിംഗ്, മൂന്നാമത് പറഞ്ഞു കാഷ്വൽ ലിസണിംഗ്, നാലാമത് പറഞ്ഞത് ഏതാണ്? കോംപ്രിഹെൻഷൻ ലിസണിംഗ്. അപ്പൊ അതിലുള്ള മെയിൻ പോയിന്റ്സ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? നിങ്ങൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ ടൈപ്സ് ഓഫ് സെന്റൻസസ് ലിസണിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില് ആ ഒരു ലോങ് സ്പീച്ച് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലോങ് കോൺവെർസേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് വേർതിരിച്ചിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? ഇപ്പോൾ ടൈപ്സ് ഓഫ് ലിസണിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ടൈപ്സ് ഇതാണ്. പിന്നെ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് പിന്നീട് പറയുന്നത് അല്ലെ? അപ്പം അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അല്ലെ? Comprehension listening is also known as content listening or informative listening. അപ്പോൾ comprehension listening നമ്മൾ മറ്റു രണ്ട് പേരുകളോട് പറയുന്നുണ്ട്. ഒന്ന് content listening ഉം നെക്സ്റ്റ് informative listening ഉം. അപ്പോൾ എന്താണ്? നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ട ഇൻഫർമേഷൻ നമ്മൾ ഗ്രാസ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പം ടൈപ്സ് ഓഫ് ലിസണിംഗ് പറയുമ്പോൾ കുറെ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും ഇതിന് കുറെ ഡിഫറൻസസും വരുന്നുണ്ട് അല്ലെ? ഇനി അടുത്തത് പറയുന്നതാണ് critical listening. Critical listening is listening performed to evaluate, judge, form opinion about what is being said. The judgment includes assessing strengths and weaknesses, agreement and approval. അപ്പോൾ ക്രിട്ടിക്കൽ ലിസണിംഗ് എന്ന് പറയുന്നത് അത് പെർഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? ഒരു കാര്യത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പറഞ്ഞതിനെ കുറിച്ചിട്ട് അഭിപ്രായം ഒപ്പീനിയൻ പറയാനായിട്ട്. അപ്പോ ഈ ജഡ്ജ്മെന്റ് ഇൻക്ലൂഡ്സ് അസസിംഗ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്, എഗ്രിമെന്റ് ആൻഡ് അപ്രൂവൽ. അപ്പൊ ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തില് ആ ഒരു വ്യക്തി പറയുന്ന കാര്യത്തിലുള്ള സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് അയാളുടെ പ്ലസ് പോയിന്റ്സ്. പിന്നെ എന്താ പറയണത്? അയാളുടെ വീക്ക്നെസ്, മീൻസ് അയാൾ പറയുന്നതിലുള്ള ആ ഒരു പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. പിന്നെ എന്താ പറയണത്? അതിന്റെ ഒരു എഗ്രിമെന്റും അപ്രൂവലും പറയുന്നുണ്ട്. Critical listening requires critical thinking skills as well. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ലിസണിങ്ങിന് നമുക്ക് ക്രിട്ടിക്കൽ സ്കിൽസും കൂടെ അനിവാര്യമാണെന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ലോജിക്കൽ അനാലിസിസ് ഗോസ് വിത്ത് ക്രിട്ടിക്കൽ ലിസണിങ്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ ലിസണിങ്ങിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ലോജിക്കൽ അനാലിസിസും കൂടെ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. The key is to try to understand the person before evaluating. അപ്പം അതിലൊരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ വ്യക്തിയെ തന്നെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. It is used to distinguish between real compliments and flattery. അപ്പം എന്താ പറയാ, ശരിക്കും അയാൾ പറഞ്ഞ കോംപ്ലിമെന്റ് റിയൽ ആണോ അതോ ഫ്ലാറ്ററി എന്ന് പറയുമ്പോൾ എക്സസീവ് പ്രൈസ്. A friend shopping with you might force you to buy a pair of shoes which suits you. അപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ഷോപ്പിങ്ങിന് പോയതാണ്. അപ്പൊ നിങ്ങൾക്ക് ചേരുന്ന ഒരു ഷൂ വാങ്ങാനായിട്ട് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് പറയാണ്. But we evaluate his statement whether we like it or not before making a decision. അപ്പൊ നിങ്ങൾ എന്താ പറയാ, അയാളുടെ സ്റ്റേറ്റ്മെന്റ് മീൻസ് അയാൾ പറയുന്ന കേക്കാണ്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കൂല്ലേ, അയാൾ പറയുന്നത് ശരിയാണോ, ഇത് എനിക്ക് ചേരോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, ഒരു തീരുമാനം എടുക്കുള്ളൂ അല്ലെ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇവാലുവേറ്റീവ് ലിസണിങ്. അപ്പൊ നമ്മൾ അതിനെ ഇവാലുവേറ്റീവ് ലിസണിങ് എന്നാണ് പറയുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ ലിസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരാൾ പറയുന്ന ഒരു കാര്യത്തിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞ ആ ഒരു ഒപ്പീനിയൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഒരു
ഡിസിഷൻ എടുക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ലിസണിങ് ആദ്യം പറഞ്ഞു, ആക്റ്റീവ് ലിസണിങ്, ദെൻ അപ്രീഷിയേറ്റീവ് ലിസണിങ്, ദെൻ തേർഡ് വൺ ഇസ് കാഷ്വൽ ലിസണിങ്, ദെൻ കോംപ്രിഹെൻഷൻ ലിസണിങ്, ദെൻ ഫിഫ്ത്ത് വൺ ഇസ് ക്രിട്ടിക്കൽ ലിസണിങ്. ഇനി അടുത്തത് പറയുന്നത് ഡയലോജിക് listening. It is a type of listening where a listener hears a conversation and engages in an interchange of ideas and information in order to learn more about the person and how they think. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരാൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ മീൻസ് ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ കേൾക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഇൻഫർമേഷൻസും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇന്റർചേഞ്ച് ചെയ്യാണ്, പരസ്പരം കൈമാറാണ് ചെയ്യുന്നത്. എന്താണ്, ആ ഒരു പേഴ്സണെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അല്ലെങ്കിൽ അയാൾ എന്താണ് ചിന്തിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ ആയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഡയലോഗിക് ലിസണിങ് ആസ് സംടൈംസ് നോൺ ആസ് റിലേഷണൽ ലിസണിങ്. അപ്പോൾ അതിന് നമ്മൾ റിലേഷണൽ ലിസണിങ് മറ്റൊരു പേരും കൂടെ പറയുന്നുണ്ട്. It can be a shared activity where people regard each other's point of view without interpreting or engaging in an argument. അപ്പോൾ ഇതൊരു ഷെയർഡ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഐഡിയാസിനെയും ഇൻഫർമേഷനെയും ഇന്റർചേഞ്ച് ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഷെയർഡ് ആക്ടിവിറ്റി ആണ്. അപ്പം ആ ഒരു രണ്ട് വ്യക്തിത്വങ്ങൾ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ അതിലുള്ള രണ്ട് വ്യക്തികളും തമ്മിൽ എന്താ പറയുക, കാര്യങ്ങളെ കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഒരു ആർഗ്യുമെന്റ്, ഒരു എന്താ പറയുക, ഒരു വാഗ്വാദമോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അതിനെ മനസ്സിലാക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഡയലോജിക് ലിസണിങ്ങിന് വരുന്നുള്ളൂ.